ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിന്നു പോകാത്ത ശീതവും ഉഷ്ണവും വിതയും കൊയ്ത്തും. നിന്നു പോകാത്ത ശീതവും ഉഷ്ണവും വിതയും കൊയ്ത്തും. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മഹാജലപ്രളയത്തിന് ശേഷം യാഗപീഠം പണിഞ്ഞ് യാഗമർപ്പിച്ച നോഹയും കുടുംബത്തെയും കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. യാഗപീഠത്തിൽ നിന്ന് യാഗമൃഗത്തിൻ്റെ സൗരഭ്യവാസന മണത്ത ദൈവം എടുത്ത ഒരു വലിയ ശപഥം അല്ലെങ്കിൽ ഒരു വലിയ വാഗ്ദത്തമാണ് നിന്നു പോകാത്ത വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും. ഇതിനാധാരമായിരിക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 22 അവിടെ ഇങ്ങനെയാണ് ആ വചനം തുടങ്ങുന്നത്. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, യഹോവ തന്നോട് തന്നെ പറഞ്ഞത്, യഹോവ തന്നോട് തന്നെ പ്രോമിസ് ചെയ്തത്, ആ പ്രോമിസ് ലോകത്തിന് മുഴുവൻ ആഗോളപരമായിട്ടുണ്ടായ ഒരു വലിയ വാഗ്ദത്തമാണ്. അതിപ്രകാരമാണ്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യൻ്റെ നിമിത്തം ഞാൻ ഇനി ഭൂമിയെ ശപിക്കയില്ല. വചനം ഇങ്ങനെ തുടരുന്നു. മനുഷ്യൻ്റെ നിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. 22-ാം വാക്യം 8-ന്റെ 22 ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. ആമേൻ. നിന്നു പോകുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സിസ്റ്റത്തെ ദൈവത്തിൻ്റെ കോപത്തിൽ നിർത്തിക്കളയുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സംവിധാനത്തെ ഒരു കുടുംബത്തിൻ്റെ ആരാധനയെങ്കിൽ യാഗത്തിൽ സംപ്രീതനായ ദൈവം തന്നോട് തന്നെ പറയുകയാണ്, ഞാനിനി ഒരിക്കലും ഭൂമിയെ മുഴുവനായി നശിപ്പിക്കുകയില്ല. ഞാനിനി ഒരിക്കലും ഭൂമിയെ അന്ന് ചെയ്തതുപോലെ ഉന്മൂലനാശം ചെയ്യുകയില്ല. ദൈവം തന്നോട് തന്നെ ഹൃദയത്തിൽ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിശ്വാസയാത്രയിലായിരിക്കുന്ന നാം മനസ്സിലാക്കേണ്ട ഒരു വചന സത്യം, ചിലതൊക്കെയും നമ്മുടെ ഭവനങ്ങളിലും നിന്നു പോകാതിരിക്കുവാൻ, ചിലതൊക്കെയും ദൈവ കോപത്തിൽ നമ്മുടെ ഇടങ്ങളിൽ ദേശങ്ങളിൽ നിന്നു പോകാതിരിക്കുവാൻ യാഗപീഠത്തിൽ ആരാധന ഉയരേണ്ടത് അത്യാവശ്യമാണ്. വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നാം ദൈവത്തിനു വേണ്ടി അർത്ഥവത്തായ യാഗപീഠങ്ങൾ പണിഞ്ഞ് ആരാധന അർപ്പിക്കുമ്പോൾ, ഒരു യാഗമൃഗമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ ദൈവം നിന്നു പോകാൻ സാധ്യതയുള്ള ചിലതിനെ തുടരുവാൻ അനുവദിക്കുകയാണ്. അങ്ങനെയല്ലേ ഉൽപ്പത്തി 8-ന്റെ 22 പറയുന്നത്? ഇനി ഒരിക്കലും ഭൂമിയുള്ള കാലത്തോളം, നാം ശ്രദ്ധിക്കുക, ഭൂമി ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും നീങ്ങിപ്പോകുന്നതിനെ കുറിച്ച് വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. അന്ന് വരെ പൂർണ്ണമായി ഭൂമിയെ ദൈവം ഇനി തച്ചുടയ്ക്കുകയില്ല. വിത നിന്നു പോകത്തില്ല. നമുക്കുള്ള എത്ര വലിയ വാഗ്ദത്തമാണ്! കൊയ്ത്ത് നിന്ന് പോകത്തില്ല, ഉഷ്ണം നിന്ന് പോകത്തില്ല, സീസൺസ് നിന്ന് പോകത്തില്ല, കാലങ്ങൾ നിന്ന് പോകത്തില്ല. എന്നാൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യൻ സ്വാർത്ഥ താല്പര്യത്തോടെ ഈ ഭൂമിയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് ഭൂമിക്ക്, പ്രകൃതിക്ക് ചില അപചയങ്ങൾ ഉണ്ടാകും. ഓസോൺ ലെയറിന് സുഷിരം വീഴും, അത്യുഷ്ണമുണ്ടാകും, ഒക്കെ ശരിയാണ്. എന്നാൽ ഇത് പൂർണ്ണമായി നിന്നു പോവുകയില്ല. ദൈവമുണ്ടാക്കിയ ഈ സിസ്റ്റം ദൈവം കൽപ്പിക്കുന്ന ഒടുക്കത്തെ നാൾ വരെ നിന്നു പോകുകയില്ല. എപ്പോഴാണ് ആ തീരുമാനമുണ്ടായത്? യഹോവ യാഗപീഠത്തിൽ നിന്നുയരുന്ന സൗരഭ്യവാസന മണത്തപ്പോൾ ദൈവം എടുക്കുന്ന തീരുമാനമാണ്, ഈ സിസ്റ്റത്തെ ഞാൻ നിർത്തിക്കളയുകയില്ല, ഇത് തുടരുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ തുടരണമെങ്കിൽ, നമ്മുടെ തലമുറയിൽ ചിലതൊക്കെ തുടരണമെങ്കിൽ, നമ്മുടെ ദേശത്ത് ചിലതൊക്കെ തുടരണമെങ്കിൽ നാം ഇന്ന് ദൈവത്തിന് പ്രസാദമുള്ള യാഗപീഠം നമ്മുടെ ഭവനങ്ങളിൽ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ 21-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ മനോനിരൂപണം
ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ദൈവം മനസ്സിലാക്കിയെടുത്ത അല്ലെങ്കിൽ ദൈവം എത്തിച്ചേർന്ന ഒരു അനുമാനം, എത്തിച്ചേർന്ന ഒരു നിഗമനം, ബാല്യം മുതൽ മനോനിരൂപണങ്ങൾ ദോഷമുള്ളതായിരിക്കുന്ന ഈ ജനത്തെ ഒരു ശിക്ഷയിലൂടെ രക്ഷിക്കുവാൻ സാധ്യമല്ല, ഒരു പ്രളയത്തിലൂടെ രക്ഷിക്കുവാൻ സാധ്യമല്ല, ഒരു ദുരന്തത്തിലൂടെ രക്ഷയിലേക്ക് നയിക്കുവാൻ സാധ്യമല്ല. നമുക്കറിയാം മുന്നോട്ടുള്ള വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9-11 അധ്യായമൊക്കെ നാം വായിക്കുമ്പോൾ കാണാം, ജലപ്രളയത്തിൽ നിന്ന് പുറത്തു വന്ന ജനം ഇതെല്ലാം മറന്നിട്ട് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് പോവുകയും സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി പണിഞ്ഞുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുകയുമാണ്. നോഹയുടെ ജീവിതത്തിലും ചില പരാജയങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ദൈവം ഇത് മുൻകൂട്ടി കാണുകയാണ്. ഒരു പ്രകൃതി ദുരന്തത്തിലൂടെയോ ഒരു ഭൂമിയുടെ ശാപത്തിലൂടെയോ ബാല്യം മുതൽ മനോനിരൂപണങ്ങൾ ദോഷമായിരിക്കുന്ന ഈ ജനത്തെ രക്ഷയിലേക്ക് നയിക്കുവാൻ സാധ്യമല്ല. ശിക്ഷ രക്ഷയ്ക്ക് ഉതകുന്നതല്ല എന്ന് ദൈവം മനസ്സിലാക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ദൈവം ഇത്തരത്തിലുള്ള സമ്പൂർണമായ ഏറ്റവും ശുഭകരമായ ഒരു തീരുമാനമെടുക്കുന്നത്. ഇത് തന്നെയല്ലേ 2019 വെള്ളപ്പൊക്കവും നമ്മെ പഠിപ്പിച്ചത്. വെള്ളപ്പൊക്കത്തിൽ ആർത്ത് നിലവിളിച്ച നാം, പലതും ഉപേക്ഷിക്കാൻ തയ്യാറായ നാം, വെള്ളപ്പൊക്കത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എല്ലാം മറന്നിട്ട് പഴയതിനേക്കാൾ തിന്മയായി ജീവിക്കുകയല്ലേ. 2025 പത്രവാർത്തകളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ. വെള്ളപ്പൊക്കം നാം മറന്നു, വയനാട് ദുരന്തം നാം മറന്നു, മഹാമാരി കോവിഡ് നാം മറന്നു. അതുകൊണ്ട് ശിക്ഷിച്ച് നേരെയാക്കാൻ പറ്റാത്ത ജനത്തിനെ രക്ഷിക്കുക എന്നുള്ളത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമായിരുന്നത് കൊണ്ട് സ്വപുത്രനെ ശിക്ഷിച്ചുകൊണ്ട്, സ്വപുത്രനെ കാൽവരി ക്രൂശിൽ യാഗമാക്കിക്കൊണ്ട് ബാല്യം മുതൽ മനോനിരൂപണങ്ങൾ ദോഷമുള്ള നമ്മെ രക്ഷിക്കുവാനായിട്ടുള്ള ദൈവിക സ്നേഹ പദ്ധതിയാണ് കാൽവറി ഒരുക്കിയത്. ശിക്ഷിച്ചത് കൊണ്ട് ഈ ജനം നന്നാവുകയില്ലെന്നും, ശിക്ഷിച്ചത് കൊണ്ട് അവരെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ലെന്നും, അവരെ നിത്യതയിൽ എത്തിക്കുവാൻ പറ്റുകയില്ല എന്നും തൻ്റെ ഹൃദയത്തിൽ തന്നെ ദൈവം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ സിസ്റ്റത്തെ ഞാൻ നിർത്തുകയില്ല. നിന്ന് പോകാമായിരുന്നു ദൈവത്തിൻ്റെ കോപത്തിൽ. നോഹയുടെ യാഗം ഒരു മാനവരാശിക്ക് മുഴുവൻ വലിയ പ്രത്യാശയുടെ ദൂതായ വിതയും കൊയ്ത്തും ഉഷ്ണവും വേനലും തുടരുമെന്നുള്ള വാഗ്ദത്തം ദൈവം തന്നെങ്കിൽ, കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ട കുഞ്ഞാടിലേക്ക് നോക്കുന്ന നമുക്ക് നിത്യതയോളം എത്തുന്ന ജീവനാണ് ദൈവം തന്നിരിക്കുന്നത്. പാപത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ വീണ് പിശാചിൻ്റെ മഹാകോപത്തിന് അടിമപ്പെട്ട യാതനാസ്ഥലത്തെത്തേണ്ടുന്ന നമ്മെ ശിക്ഷയിലൂടെയല്ല ദൈവം വീണ്ടെടുത്തത്, നമ്മെ ശിക്ഷിച്ചിട്ടല്ല ദൈവം വീണ്ടെടുത്തത്. നാം ഏൽക്കേണ്ടിയിരുന്ന ആ ദാരുണമായ, വേദനാജനകമായ, ഭയാനകമായ ശിക്ഷ മുഴുവനും ദൈവം സ്വപുത്രൻ്റെ മേൽ ചാർത്തിക്കൊണ്ട് നമുക്ക് പകരം കാൽവറിയുടെ കൊലക്കളത്തിൽ പുത്രനെ തകർത്തു കളഞ്ഞു. ആ പുത്രനിൽ നിന്നൊഴുകുന്ന രക്തത്തിലേക്ക് ആരൊക്കെ നോക്കുന്നുണ്ടോ അവർ ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നിന്നുപോകാത്ത ശീതവും ഉഷ്ണവും, നിന്നുപോകാത്ത വിതയും കൊയ്ത്തും, നിന്നുപോകാത്ത വേനലും മഴക്കാലവും, കർത്താവിൻ്റെ വരവോളം ഈ പ്രകൃതിയും ഈ സിസ്റ്റവും നിലനിൽക്കുമെന്നുള്ള വാഗ്ദത്തം ദൈവത്തിൻ്റെ വലിയ ആലോചനയെ കാണിക്കുന്നു. ശിക്ഷിച്ച് നേരെയാക്കാൻ പറ്റാത്ത ഒരു ജനത്തെ രക്ഷിക്കുന്നത് കാൽവറിയുടെ രക്ഷാകര പ്രവർത്തനത്തിലൂടെയാണ്. നാം ഏൽക്കേണ്ട ശിക്ഷ പുത്രൻ ഏറ്റുവാങ്ങിയതുകൊണ്ട് സൗജന്യമായി നമുക്കൊരു വലിയ വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ അന്ത്യന്യായവിധി നാളിൽ ഒരു ശിക്ഷയുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ രക്ഷയിലൂടെ, കാൽവറിയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കാത്തവർക്ക് ആത്യന്തികമായിട്ട് കുഞ്ഞാടിൻ്റെ മഹാകോപ ദിവസത്തിൽ ഒരു ശിക്ഷയുണ്ട്. നോഹയുടെ യാഗപീഠം, നോഹയുടെ വഴിപാട് ദൈവത്തിൻ്റെ ഉത്തമമായ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചെങ്കിൽ ഇന്ന് നാം നമ്മുടെ ഭവനങ്ങളിൽ പണിയുന്ന യാഗപീഠങ്ങൾ, നാം ഉയർത്തുന്ന ആരാധനകൾ, ആത്മാർത്ഥമായി സമർപ്പണത്തോടെ നാം ഉയർത്തുന്ന യാഗങ്ങൾ, അർപ്പണങ്ങൾ, സമർപ്പണങ്ങൾ നിന്നു പോകാവുന്ന ചിലതിനെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേശത്തിലും തുടരുവാൻ
ദൈവം അനുവദിക്കുന്നതിന് കാരണമായി തീരുമെന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.